ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വർക്ക് നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തു കൊടുത്തത്. ഓൾറെഡി വർക്ക്ഷോപ്പിൽ നിന്നും 90% സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സൈറ്റിലോട്ട് കൊണ്ടുപോകുന്നത്. സൈറ്റ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിലാണ്. ഈ ഒരു വീട്ടിലെ കിച്ചണും പിന്നെ അതേപോലെ തന്നെ വാർഡ്രോബ്സാണ് ചെയ്തു കൊടുത്തത്. അത്യാവശ്യം ക്വാളിറ്റിയിലാണ് ഈ ഒരു വർക്ക് ചെയ്തു കൊടുത്തത്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഓൾറെഡി സ്ലേവ് വാർത്ത ഒരു കിച്ചണാണ്. പാർട്ടിഷനായിട്ട് ഫെറോ സ്ലേവ് ആണ് ചെയ്തു കൊടുത്തത്. നിങ്ങൾ പുതുതായിട്ട് വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഇതേപോലെ ഓൾറെഡി കിച്ചൺ സ്ലേവ് വാർക്കാതിരിക്കുക. കിച്ചൺ വാർക്കാതെ ചെയ്യുന്നതാണ്, സ്ലേവ് വാർക്കാതെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതേപോലെ വാർത്ത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് പൈസ നിങ്ങൾക്ക് നഷ്ടമാകും. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓൾറെഡി ഫെറോ സ്ലേവോ അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ലേവോ വാർത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് ഈ ഒരു കിച്ചൻ്റെ ഫിനിഷിംഗ് ലുക്ക്. റോസ് ഗോൾഡ് ആണ് ഇവിടെ അലുമിനിയം യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്ലെക്സിബോണിൻ്റെ PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റാണ് ഈ ഒരു കിച്ചണിൽ യൂസ് ചെയ്ത ഷീറ്റ്. ഫിക്സ്മോറിൻ്റെ സോഫ്റ്റ് ഗ്ലോസ് ഹിഞ്ചസ് ആണ് ഈ ഒരു കിച്ചണിൽ യൂസ് ചെയ്ത ഹിഞ്ചസ്. സാധാരണയായി കൊടുക്കാറുള്ള കട്ട്ലറി, പ്ലേറ്റ് യൂണിറ്റ്, ഓയിൽ പുള്ളൗട്ട് ഇതൊക്കെയാണ് ഈ ഒരു കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കിച്ചൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഈ ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഈ ഒരു വുഡ് ഫിനിഷിംഗിൽ വരുന്ന ഓപ്പൺ സ്പേസ് ആണ്. ഇതാണ് ഇതിലെ ഈ ഒരു കിച്ചണിലെ അക്സസറീസുകൾ: ഓയിൽ പുള്ളൗട്ട്, കട്ട്ലറി, പ്ലേറ്റ് യൂണിറ്റ്. സാധാരണ എല്ലായിടത്തും ഞങ്ങൾ ചെയ്യാറുള്ള അക്സസറീസുകൾ. മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ഫെറോ സ്ലേവ് ആൻഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ട് കവറിങ് മാത്രമാണ് ചെയ്തത്. അതുകൂടാതെ ഇവിടെ ഒരു ഡെയിലി യൂസിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഹൈഡ് ചെയ്യാനായിട്ടൊരു ചെറിയൊരു ഡോറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ഏരിയ. വുഡ് ഫിനിഷിംഗിൽ വരുന്ന ആ ഒരു ഷീറ്റാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഡോറിലും സോഫ്റ്റ് ഗ്ലോസ് ഹിഞ്ചസ് ആണ് ചെയ്തത്. ഡ്യൂറബിലിറ്റി ആയി നിങ്ങൾ കിച്ചൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് കിച്ചൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മെറ്റീരിയലാണ് അലുമിനിയം. മൾട്ടിവുഡ്, പ്ലൈവുഡ് എന്നീ വർക്കുകൾ കൊണ്ട് ചെയ്യുന്ന ആ ഒരു സെയിം ഫിനിഷിങ്ങും ഈ ഒരു അലുമിനിയം പ്രൊഫൈൽ കൊണ്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പുതുതായിട്ട് നിങ്ങൾ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്ലേവ് വാർക്കാതെ അലുമിനിയം പ്രൊഫൈൽ കൊണ്ട് ബോക്സ് ടൈപ്പ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ സ്റ്റോറേജ് ബേസും കൂടി അതിന് കിട്ടും. ഈ ഒരു കിച്ചൺ പരമാവധി ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതേപോലുള്ള വർക്കുകൾ, നിങ്ങൾ കിച്ചൻ്റെ വർക്കുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം വാർഡ്രോബ്സ് ആണ്. ഇവിടെ ബെഡ്റൂം വാർഡ്രോബ്സിനായിട്ട് ചെറിയൊരു സ്പേസ് ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പേസിലാണ് ഈ ഒരു ബെഡ്റൂം വാർഡ്രോബ്സ് ചെയ്തു കൊടുത്തത്. പാർട്ടിഷനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫെറോ സ്ലേവോ ബാക്കിയുള്ള കോൺക്രീറ്റ് സ്ലേവോ ഉപയോഗിച്ചിട്ടൊന്നും പാർട്ടിഷനൊന്നും ചെയ്യാതെയാണ് ആ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് പാർട്ടിഷൻ ചെയ്തത്. 17 mm PVCയുടെ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു വാർഡ്രോബ്സിൻ്റെ പാർട്ടിഷൻ ചെയ്ത് കൊടുത്തത്. 2 ഡോർ ഈക്വൽ തട്ടിലും 1 ഡോർ ഹാങ്കറിങ്ങിനായിട്ടാണ് പാർട്ടിഷൻ ചെയ്തത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് ഫ്ലെക്സിബോണിൻ്റെ PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റാണ്. 10 year വാറണ്ടിയുള്ള ഷീറ്റാണ്. മെയിനായിട്ട് ഇതിൻ്റെ ഷീറ്റ് വരുന്നത് ബീച്ച് കളറുള്ള ഷീറ്റാണ്. ഇതിൻ്റെ ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത് വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഷീറ്റാണ്, ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന. പിന്നെ അതുപോലെ ഇതിന് ഹാൻഡിൽ സെക്ഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അലുമിനിയത്തിൻ്റെ ഹാൻഡിൽ സെക്ഷനാണ്. ഇതാണ് ഈ ഒരു വാർഡ്രോബിൻ്റെ ഫൈനൽ ലുക്ക്. സാധാരണയായി അലുമിനിയം പ്രൊഫൈൽ കൊണ്ട് ഇതേപോലെ വാർഡ്രോബുകളൊക്കെ ചെയ്യുമ്പോൾ, ഇതേപോലെ ലോങ് ഡോറൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് ഇതിന് കൂടുതൽ ഈട് നിൽക്കുമോ, പിന്നെ അതേപോലെ തന്നെ ഇതിൽ ബലക്ഷയം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ എല്ലാവർക്കുമുണ്ട്. ഏതൊരു പ്രൊഫൈൽ കൊണ്ടും ചെയ്യുന്നതിനേക്കാളും ഇതിൻ്റെ ഈടും പിന്നെ അതേപോലെ തന്നെ സ്ട്രെങ്ത്തും ഒക്കെ ഈ ഒരു ഡോറിൽ കാലാകാലത്തുണ്ടാവും.
അപ്പോൾ ഇതേപോലെയാണ് ഈ ഒരു പാർട്ടിഷൻ ചെയ്തത്. ഒരു ഡോറ് ഹാങ്കറിങ്ങും മറ്റുള്ള 2 ഡോറ് ഈക്വൽ തട്ടിലും കൊടുത്തു. ബാക്കിയുള്ള മെറ്റീരിയലുകളൊക്കെ അപേക്ഷിച്ചുകൊണ്ട് അലുമിനിയം പ്രൊഫൈൽ കൊണ്ട് ഇതേപോലെ പാർട്ടിഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ പ്ലൈവുഡിലും മൾട്ടിവുഡിലൊക്കെ ചെയ്യുന്ന ആ ഒരു ഫിനിഷിങ്ങും നമുക്ക് ഇപ്പോൾ ഈ ഒരു അലുമിനിയം പ്രൊഫൈൽ കൊണ്ട് ചെയ്യുന്ന വാർഡ്രോബിനൊക്കെ കിട്ടുന്നുണ്ട്. ഇതേപോലെ റൂട്ടൊക്കെ ചെയ്തിട്ടാണ് സൈഡൊക്കെ കവർ ചെയ്ത് കൊടുത്തത്. സാധാരണ എല്ലാവരും അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ബോർഡറൊക്കെ ചെയ്യാറ്. ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ച് ഫുൾ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത്. പിന്നെ കൂടുതൽ ഇതിന് ഭംഗി കിട്ടാനായിട്ട് അലുമിനിയം പ്രൊഫൈൽ കൊണ്ടുള്ള സെക്ഷൻ ഒരു 3 അടിയുടെ ഹാൻഡിലും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതേപോലെ തന്നെയാണ് അടുത്ത റൂമിലും ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് വാർഡ്രോബ് ചെയ്തത്. ഇതാണ് സെക്കൻഡ് റൂം. സെയിം ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു റൂമിലും ചെയ്തു കൊടുത്തത്. ഈ ഒരു ഷീറ്റാണ് നമ്മൾ സാധാരണ എല്ലാ വാർഡ്രോബ്സിനും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ വർക്കിനും ഉപയോഗിക്കുന്ന ഷീറ്റ്, ഫ്ലെക്സിബോർഡിൻ്റെ PVC ലാമിനേറ്റഡ് ഷീറ്റ്. ഈ ഒരു ഷീറ്റ് 10 ഇയർ വാറൻറ്റിയുള്ള ഷീറ്റാണ് കമ്പനി കൊടുക്കുന്നത്. PVC ആയതുകൊണ്ട് തന്നെ കമ്പനി 10 ഇയർ വാറൻറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഷീറ്റ് ബെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെയാണ് റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് നമുക്ക് ബെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ബെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബെൻഡിങ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ ബോർഡറുകളൊക്കെ നമുക്ക് ഈ ഒരു ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ഒരു വാർഡ്രോബിൻ്റെ ഫൈനൽ ലുക്ക്. മറ്റേ റൂമിൻ്റെ സെയിം രീതിയിൽ തന്നെയാണ് ഈ ഒരു റൂമിലും ചെയ്തു കൊടുത്തത്. 2 ഡോറ് ഈക്വൽ തട്ടിലും ഒരു ഡോറ് ഹാങ്കറിങ്ങിനായിട്ട് ഫോം ഷീറ്റ് പാർട്ടിഷൻ ചെയ്തു. ഫോം ഷീറ്റാണ് പാർട്ടിഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഷീറ്റ്. 17 mm ഷീറ്റാണ്, മൾട്ടിവുഡ് അല്ല, ഫോം ഷീറ്റ്. പിന്നെ അതേപോലെ ഇതിലും സോഫ്റ്റ് ഗ്ലോസ് ഇഞ്ചസ് ആണ് യൂസ് ചെയ്തത് ഫിക്സ്മോറിൻ്റെ. അപ്പോൾ ഇതേപോലെയുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കേരളത്തിലെ എല്ലായിടത്തും ഞങ്ങൾ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ 3ാമത്തെ റൂമിലെ വാർഡ്രോബ് നമുക്ക് നോക്കാം. 3ാമത്തെ റൂമിൽ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള വുഡ് ഫിനിഷിംഗ് ആണ് ബോർഡർ കൊടുത്തത്. മോഡലൊക്കെ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തത്. 3 ഡോറിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തത്. ഒരു ഡോറ് സെയിം രീതിയിൽ തന്നെ ഹാങ്കറിങ്ങും മറ്റുള്ള 2 ഡോറ് ഈക്വൽ തട്ടിലാണ് ചെയ്തു കൊടുത്തത്. നിങ്ങൾ ഇതേപോലെ വാർഡ്രോബുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇതേപോലെ സ്പേസ് ഒന്നും ഇടാതിരിക്കുക. ബോക്സ്ഡ് ടൈപ്പായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് ഈ ഒരു വാർഡ്രോബിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത് ബേസൻ ടേബിൾ ടോപ്പിൻ്റെ കവറിംഗ് ആണ്. ഓൾറെഡി ഇത് ഫെറോസ് ലേവിൽ ചെയ്ത് ഒരു ബേസൻ ടേബിൾ ടോപ്പാണ്. അതിൻ്റെ അടിയിലെ കവറിങ്ങും പിന്നെ അതേപോലെ സൈഡിൽ ഒരു ചെറിയൊരു ഷെൽഫും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. അത് അലുമിനിയം 4 സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇതേപോലെ പഴയ മോഡലിലുള്ള ആ ഒരു ബേസനൊക്കെ ഇതേപോലെ നമുക്ക് പുതിയ രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തെ കവറിംഗ് ആണ്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തെ കവറിങ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇതൊന്നും നമ്മൾ സെയിം ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലെക്സിബോർഡിൻ്റെ PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്കുകളൊക്കെ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻറ്റീരിയൽ വർക്ക് ചെയ്യാം അലുമിനിയം ഉപയോഗിച്ചിട്ട്. പിന്നെ ഇവിടെ ചെയ്തു കൊടുത്തത് ഒരു ഹിഡൻ ഡോറാണ്. അത് വാൾ പാനലിംഗ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹിഡൻ ഡോർ ചെയ്തു കൊടുത്തിരിക്കുന്നത്. PVCയുടെ വാൾ പാനലിംഗ് ആണ് ചെയ്തത്.
ഡോറിനായിട്ട് നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള ഫിക്സ്മോറിൻ്റെ സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് വെച്ചു. ആ ഒരു രീതിയിലാണ് ഈ ഒരു ഇഡൻ ഡോറ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതേപോലുള്ള വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.